അപ്പം ഗൈസ് ഞാൻ രാവിലെ തന്നെ ഉറക്കത്തിൽ നന്നായിട്ട് നോക്കിയപ്പോൾ ഗൈസ് ഏതോ ഒരുത്തൻ ഗൈസ് നമ്മുടെ വീട്ടിൽ കയറി അടിക്കുന്നത് ആരാണെന്നൊന്നും എനിക്കൊരു ബോധം എനിക്കൊന്നും അറിഞ്ഞൂടാ ഗൈസ്. ഗൈസ് ഇവരെ കണ്ടപ്പോൾ തൊട്ടാണ് ഗൈസ് എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ ക്യാഷ് ഉണ്ട് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനെ ഇട്ട് മൂടാൻ ക്യാഷ് ഉണ്ട് ഗൈസ്. ഒരു 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് ഞാൻ കൊന്നു ഗൈസ്. ഗൈസ് ഞാനിപ്പോൾ വിചാരിക്കുമോ ഗൈസ് ഇങ്ങനെ ഗൈസ് നമ്മൾ കാശില്ല ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരുന്നാലേ ഗൈസ് നമ്മുടെ കയ്യിൽ പൈസ അങ്ങ് തീർന്നു പോകത്തേ ഉള്ളൂ ഗൈസ്. നമ്മൾ തീരും, പിന്നെ നമ്മൾ വീണ്ടും പാപ്പനാവും, പിന്നെ നമ്മൾ വീണ്ടും റോബറി ചെയ്യാൻ നടക്കണം. അതിനെക്കാട്ടി നല്ലത് ഗൈസ് നമുക്കൊരു ജുറാസിക് പാർക്ക് അങ്ങ് ഓപ്പൺ ചെയ്തല്ലോ ഗൈസ്. മറ്റു ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടിയ ഒരു ജുറാസിക് പാർക്കാണ്. അവന്ന് പറഞ്ഞാൽ അവിടെ ഡൈനോസർ എല്ലാം തുറന്ന് കിടക്കുവാണ് ഗൈസ്. പക്ഷേ ഗൈസ് ഇവിടെ അങ്ങനെയല്ല ഗൈസ്. ഇവിടെ നമുക്ക് ഡൈനോസറിനെ എല്ലാം കൂട്ടിലടച്ചിട്ട് ഗൈസ് ജുറാസിക് പാർക്ക് ഉണ്ടാകും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും നേരെ ഗൈസ് ഡിഫൻഡർ എടുത്തോണ്ട് ഒരു സ്ഥലത്തോട്ട് പോവാണ് ഗൈസ്. ഇതിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊന്നും ചോദിക്കണ്ടായിരിക്കും, കാരണം ഗൈസ് നമ്മുടെ വീട്ടിലല്ലേ ഗൈസ് നമ്മളിത് നടത്തുന്നു. അത് ഗൈസ് പക്ഷേ ഇവനെ കൊല്ലാനായിരുന്നു ഗൈസ്. ഇവനെ കൂടെ നമുക്ക് വെക്കായിരുന്നു. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വേറെ ഡൈനോസേഴ്സിനെ ഒപ്പിക്കാം. ജുറാസിക് പാർക്കിൽ ഇനി 10, 50, 100 ഡൈനോസേഴ്സ് ഒക്കെ കാണും ഗൈസ്. പക്ഷേ അതിൽ നമുക്ക് അങ്ങനെ എടുത്താൽ മതിയല്ലോ 2-3 എണ്ണത്തിനെ. അയ്യോ ഗൈസ് ഒരുത്തനെ ഇടിച്ചിട്ട് ഗൈസ് നമ്മുടെ ഡിഫൻഡർ പൊളിഞ്ഞ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഗൈസ് നമുക്ക് പുതിയൊരു റോൾസ് റോയ്സ് അങ്ങ് എടുക്കാം ഗൈസ്. അയ്യോ ഗൈസ് എൻ്റെ അമ്മ, ഈ വണ്ടിക്കാരന്മാർക്കൊക്കെ ഇപ്പോൾ വലിയ ഷോയാണ് ഗൈസ്. അവന്മാർക്ക് എന്താ വലിയ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ്. അയാളുടെ പേരെന്തായിരുന്നു? കിട്ടി ഗൈസ്. എന്താണ് ഫ്രാങ്ക്ലിൻ വിളിച്ചത്? നീ വിളിക്കാറില്ലല്ലോ എന്നെ, ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതെ സാറേ, നിങ്ങൾക്ക് ഒരു വീടല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കണക്കൊരു സാധനം വെച്ച് തരാൻ പറ്റുമോ? അതെന്തുവാ ഫ്രാങ്ക്ലിൻ? സാറേ ഇപ്പം എവിടാ? അത് ഫ്രാങ്ക്ലിൻ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. നീ എന്തായാലും അങ്ങോട്ട് വാ. അപ്പോൾ ഓക്കെ സാറേ, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം ഗൈസ്. നമ്മളെന്തായാലും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി ഗൈസ്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. അയാൾ ഇവിടെ കണ്ടാണ് ഒന്ന് ഗൈസ് പറഞ്ഞത്. ഫ്രാങ്ക്ലിൻ എടാ തോണ്ട് ഗൈസ് അയാൾ. നമുക്ക് എന്തായാലും അയാളുടെ അടുത്ത് പോയി ചോദിക്കാം ഗൈസ്. എന്തായാലും അയാളുടെ അടുത്ത് ചോദിക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ അമ്മ ഗൈസ്, നമുക്ക് വണ്ടി അയാളുടെ നേരെ കൊണ്ടുപോയി നിർത്താം ഗൈസ്. ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് തന്നെയാണോ ഗൈസ് അയാൾ? അയ്യേ ഗൈസ് ഇയാളല്ല ഗൈസ്. അയ്യേ ഗൈസ് ഞാൻ വിചാരിച്ച അതായിരിക്കുന്നു ഗൈസ്. ഇത് വേറെ ആരോ ഗൈസ്. ഇതേതോ പിച്ചക്കാരൻ എങ്ങാണ്ടാണ് ഗൈസ്. അയാൾക്ക് നമ്മളെപ്പോഴും പൈസ കൊടുക്കുന്നേ അയാളുടെ ഒരു ഷോ. ഒരു കഷ്ടമാണ് നോക്കിയാ ഗൈസ്. ഞാൻ വിചാരിച്ച അയാളായിരിക്കും. ദാണ്ട് പോണു ഗൈസ് അയാള്. ഫ്രാങ്ക്ലിൻ എന്താ? സാറേ. എടാ ഫ്രാങ്ക്ലിൻ നീ ഉദ്ദേശിച്ച എന്തുവാ? സാറേ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പം നമ്മുടെ വീട്ട് നമുക്കൊരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് കമ്പി വേലികളൊക്കെ അടിച്ച് കവർ ചെയ്യാൻ പറ്റുമോ? ഫ്രാങ്ക്ലിൻ നീ ആ വീട്ടിലോട്ട് പോ. നമുക്ക് വണ്ടി കയറിയിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പം വീട് കണ്ടിട്ട് നല്ലോണം സംസാരിക്കാൻ പറ്റുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. ഫ്രാങ്ക്ലിനെ ഞാൻ എന്തായാലും വണ്ടി കയറട്ടാ ഗൈസ്. നമ്മുടെ ഇപ്പം വണ്ടി കയറും ഗൈസ്. നമ്മുടെ സാറ് വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. അയാൾ നല്ലൊരു കോൺട്രാക്ടറാണ്. കോൺട്രാക്ടറല്ല ഗൈസ്, നമ്മുടെ എൻജിനീയറാണ് ഗൈസ്. അയാൾ നല്ലൊരു എൻജിനീയറാണ് ഗൈസ്. ഇങ്ങനെ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ വിളിച്ചത് ഗൈസ്. ഇനിയും ഗൈസ് നമുക്ക് ഒത്തിരി ആൾക്കാരെ വിളിക്കാനുണ്ട് ഗൈസ്. സാറെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പം നീ ഇവിടെ നിർത്തു ഫ്രാങ്ക്ലിൻ. എനിക്ക് പോകേണ്ടത് അങ്ങോട്ടല്ല ഗൈസ്. ഇങ്ങനെ എന്താണ് ഗൈസ് പറയുന്നത്? സാറേ ഞാൻ ഉദ്ദേശിക്കുന്നത് നീ ഇവിടെ സാറേ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മുടെ വീടിൻ്റെ അവിടെ കുറച്ച് കമ്പി വേലികളും ആ സ്വിമ്മിംഗ് പൂളിനെ കവർ ചെയ്ത് കുറച്ച് കമ്പി വേലികളും പിന്നെ കുറച്ച് എൻ്റെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് കമ്പി വേലികൾ ഞാൻ സാറിന് പ്രൊഫൈൽ അയക്കാം. അതേ നമുക്ക് ചെയ്യണേ. അത് ചെയ്യാം ഫ്രാങ്ക്ലിൻ. നീ എന്തായാലും എന്നെ വീട്ടിലോട്ടൊന്ന് ഇറക്കിയാലേ ഗൈസ്. ഇയാൾ ഭയങ്കര ഉഡായിപ്പാണ് ഗൈസ്. ഞാൻ നടന്നു പോയാൻ പോയത്. ഇങ്ങനെയൊക്കെ വല്ല വണ്ടിയും മേടിച്ചൂടെ? ഉഡായിപ്പൻ. നമ്മളിപ്പം ഇങ്ങനെ കയറ്റി വയ്ക്കും സ്റ്റെയറിങ്ങോ. ഫ്രാങ്ക്ലിൻ ഞാൻ അതേ കണക്ക് ചെയ്യാവേ.
ആ ശരി ഗൈസ്, നമുക്ക് വേറൊരാളെ പോയി കാണണം ഗൈസ്. നമുക്കിനി പോയി കാണണ്ടെന്നേന്ന് പറഞ്ഞു ഗൈസ്. ഈ ഡൈനോസേഴ്സിനെ എല്ലാം കൂട്ടിനകത്തിടുന്ന ഒരാളുണ്ട് ഗൈസ്. അയാളെ ഗൈസ് നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. അയാളുടെ പേരെന്തുവായിരുന്നു? ആ റാമെന്നാണ് ഗൈസ്. നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം. എടാ റാമേ. ഫ്രാങ്ക്ലിൻ എന്താ? എടാ റാമേ, നീ ഇപ്പൊ ഡൈനോസർ ബിസിനസ് ഒക്കെ നിനക്കിപ്പോ ഉണ്ടോ? അതൊക്കെ കുറവാണ്. ഇപ്പൊ ആർക്കും ഡൈനോസർസിനൊന്നും വേണ്ട. എടാ ഫ്രാങ്ക്ലിനെ, സോറി എടാ റാമേ, നിനക്ക് എനിക്കൊരു കുറച്ച് ഡൈനോസേഴ്സിനെ ഇങ്ങോട്ട് എനിക്ക് എൻ്റെ വീട്ടിലോട്ട് ഇടാൻ പറ്റുമോ? നമ്മുടെ എൻജിനീയർ അവിടെ എല്ലാം കെട്ടിവെക്കും. അതിൻ്റെ അകത്തോട്ട് നീ ഡൈനോസേഴ്സിനെല്ലാം ഇട്ടിട്ട് എൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നീ ചെയ്യുമല്ലോ. അതൊക്കെ ഞാൻ ചെയ്തോളാം അവിടെ. അതെല്ലാം നീ ഒന്ന് ചെയ്ത് തരണേടാ. കുറച്ച് ട്രീസൊക്കെ വെച്ച് പിടിപ്പിക്കണം. അത് നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. പ്ലാസ്റ്റിക് എല്ലാം ഒറിജിനൽ തന്നെ വേണം. അത് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ടൊക്കെ നിനക്കേ പറ്റത്തുള്ളൂടാ. ശരിയാടാ. ഏകദേശം ഒരു 20 lakhs ഒന്നുമല്ല, ഒരു 1 crore വന്നാൽ ഞാൻ എല്ലാം സെറ്റാക്കി തരാം. 1 crore എന്നാടാ ഗോയ്സ്? എഞ്ചിനീയറിങ് തന്നെ കൊണ്ട് അങ്ങേർക്കാണ് ഗൈസ് ഒരു 50 ലക്ഷം കൊടുക്കണം ഗൈസ്. പിന്നെ ഇവനും കൂടെ 1 crore. കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ ലിസ്റ്റ് പോലെ കാശ് വേണ്ട ഗൈസ്. നമ്മളിപ്പോൾ ഒരു ബില്യണറാണ്. എന്തായാലും അവർക്ക് പൈസയൊക്കെ പേടിഎം വഴി ഇട്ടാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് അതൊന്നും ഗൈസ് ഇനി ഒരു വിഷയമേ അല്ല. എന്തായാലും അവർക്ക് പൈസയൊക്കെ പേടിഎം വഴി ഞാനങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടിയിൽ എണ്ണയൊക്കെ ഉണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഗൈസ് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാനുണ്ട് ഗൈസ്. അവർ പറഞ്ഞായിരുന്നു ഗൈസ്, അങ്ങോട്ടൊന്നും വരരുത്, അവിടെ ഭയങ്കര ഇപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗൈസ്. അവർ ഡൈനോസർസിനെയൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പം അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു ഡൈനോസർ വല്ലതും പുറത്തോട്ട് ചാടിപ്പോയാൽ ഗൈസ് അതോടെ നമ്മുടെ പണി തീരും ഗൈസ്. അതുകൊണ്ട് ഗൈസ് അവർ പറഞ്ഞായിരുന്നു ഫ്രാങ്ക്ലിൻ വരരുത്, ഞങ്ങൾ മാത്രമാണ്, ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് ഏതെങ്കിലും ഒരു വീട് നോക്കണം ഗൈസ്. ഇവിടെ ഇഷ്ടം പോലെ വീടുണ്ട് ഗൈസ്. പക്ഷേ ഗൈസ് ഈ കുടിലിനകത്തൊന്നും ഗൈസ് എന്നെ ഇത്രയും റിച്ച് ആയപ്പം ഞാൻ എങ്ങനെ താമസിക്കാനാണ് ഗൈസ് നമ്മളെ പാവപ്പെട്ടവരായിരുന്നു. അപ്പം ഗൈസ് നമ്മൾ ഇതിനകത്തൊക്കെയാണ് ഗൈസ് താമസിച്ചത് ഗൈസ്. അപ്പോൾ ഗൈസ് അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് ഗൈസ്. അതൊക്കെ ഭയങ്കര കഷ്ടമാണ് ഗൈസ്. കാരണം എന്താണെന്നറിയാമോ ഗൈസ്, അവിടെ നിന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയും കുറച്ച് ഗുണ്ടകളൊക്കെ അടിയും അങ്ങനെയൊക്കെയാണ് ഗൈസ്. അതുകൊണ്ട് ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ ഒരു വീടുണ്ട് ഗൈസ്. ഇവിടെ നമുക്കൊന്ന് കയറി ഒന്ന് കാണാം ഗൈസ്. നമുക്ക് എന്തായാലും ഈ വീടൊന്ന് മേടിക്കാൻ പർച്ചേസ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഇതിൻ്റെ ഓണറിനെ ഗൈസ് ഞാൻ എന്തായാലും ഒന്ന് വിളിക്കട്ടെ. അയാൾ എന്തായാലും ഇപ്പോൾ വരുമായിരിക്കും ഗൈസ്. ഓണറിൻ്റെ പേരെന്തായിരുന്നു? യാഷ്. ഹലോ, എന്താടാ ഫ്രാങ്ക്ലിൻ വിളിച്ചത്? എടാ യാഷ്, നിങ്ങൾക്ക് വീടില്ലായിരുന്നോടാ നമ്മുടെ വില്ലേജിൻ്റെ അടുത്ത്? ഉണ്ടല്ലോ. എടാ ആ വീട് എനിക്കൊന്ന് തരാൻ പറ്റുമോ? വെറുതെ വേണ്ട, ക്യാഷിന് മതി. മേടിക്കാനാണോ അതോ റെൻറ്റിനാണോ? റെൻറ്റിന്. അങ്ങനെയാണെങ്കിൽ റെൻറ്റ് എത്ര കാശായിരിക്കും? എടാ റെൻറ്റ് വരുന്നത് ഒരു 40,000, 40,000. അത്രയും നിനക്ക് തരാമെങ്കിൽ നീ വീട് നിനക്ക് റെൻറ്റിന് എടുക്കാം ഗൈസ്. ഇതൊരു വിലയാണ് ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, 40,000 അല്ലേ, 50,000 1 month 50,000. ആ പൈസ കൊണ്ട് ഗൈസ് നമുക്ക് വീട് മേടിക്കാമല്ലോ ഗൈസ്. ഈ വീടങ്ങ് അപ്പോൾ ഈ വീട് പർച്ചേസ് ചെയ്യണമെങ്കിലോ? എടാ ഈ വീട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 50 lakhs. അങ്ങനെയാണെങ്കിൽ നീ വീട് പർച്ചേസ് ചെയ്തോ ഗൈസ്. 50 lakhs ഉള്ളൂ ഗൈസ്. നമ്മുടെ കയ്യിൽ 10 കോടിയുണ്ട്. പിന്നെ എടാ അങ്ങനെയാണെങ്കിലേ ഈ വീടങ്ങ് പർച്ചേസ് ചെയ്യാം. നീ ഇപ്പം എവിടാ? നീ ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ ഈ വീട്ടിലോട്ട് വന്നോളാം. ശരിയടാ. ഗൈസ് എന്തായാലും വന്നിട്ടുണ്ട് ഗൈസ്. എടാ ഈ വീടല്ലേ നിനക്ക് വേണ്ടുന്നത്? അതേടാ. അപ്പം നീ ഒരു 50 lakhs നിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടോ? റെഡി ക്യാഷ് അല്ലേ? അതെ.
എന്നാ ശരി, നീ 50 lakhs എടാ എടാ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുക. എന്നാ ശരി, പേടിഎം വഴി അയച്ചാ ഗൈസ്. നമുക്ക് എന്തായാലും അയച്ചു കൊടുക്കാം. അയച്ചിട്ടുണ്ടാ. കിട്ടിയടാ. അപ്പൊ ശരി, ഇനി ഈ വീട് എൻ്റെ സ്വന്തമാ. ഈ വീട് നിന്റെ സ്വന്തമാ. ഇനിയിപ്പോൾ ഗൈസ് വീട് ഗൈസ് ഇനി എൻ്റെ സ്വന്തമാണ് ഗൈസ്. ഈ വീട്ടിൽ എങ്ങനെയാണെന്ന് ഗൈസ് ഞാൻ നിങ്ങളെ കറക്കി കാണിക്കാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ കാർ പോർച്ച്. ഈ കാർ പോർച്ചിൻ്റെ അകത്തോട്ട് പോയാൽ ഗൈസ് ഇതുവഴി നമുക്കങ്ങ് നേരെ ഗൈസ് നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാം. പിന്നെ ഗൈസ് ഇവിടെ ഒരു ഗ്ലാസ് വെച്ച് ഒരു കൂടാരമാണ് ഗൈസ്. ഇവിടെ ഒരു ഗ്ലാസ് വെച്ച് ഒരു കൂടാരമാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ ഒരു ലിവിങ് റൂം ഗൈസ്. ലിവിങ് റൂമാണ് ഹാളാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഈ ഗൈസ് ഇതിൻ്റെ മേലത്തെ ഫ്ലോറാണ് ഗൈസ്. ഈ വീട് കൊള്ളാം ഗൈസ്. ഗൈസ് നമ്മൾ ഇവിടെ ആയിരിക്കും ഗൈസ് താമസിക്കാൻ പോകുന്നത്, മറ്റേ വീടിൻ്റെ പണി കഴിയുന്നത് വരെ. പിന്നെ ഗൈസ് ഇവിടെ എന്തോ ഒരു ഫ്ലോറുണ്ട് ഗൈസ്. നമുക്കിത് വേണമെങ്കിൽ ഗെയിമിംഗ് റൂമൊക്കെ ആക്കിയിട്ട് മാറ്റാം ഗൈസ്. കൊള്ളാം, നല്ല വീടാണ് ഗൈസ്, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ ഒരു AC മുറിയാണ്, പിന്നെ ഒരു ബെഡുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് എന്തായാലും ഗൈസ് കിടന്നങ്ങ് ഉറങ്ങാം ഗൈസ്. അപ്പം ഗൈസ് ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തി ഗൈസ്. ഇന്നാണ് ഗൈസ് നമ്മുടെ ആ വീടിന്റെ പണി തീർന്ന ദിവസം. അയ്യോ, ഞാൻ ഇവിടെ തലയിടിച്ചു. ഇന്നാണ് ഗൈസ് നമ്മുടെ ആ വീടിന്റെ പണി തീരുന്ന ദിവസം ഗൈസ്. നമുക്ക് എന്തായാലും ഇത് നേരെ ഗൈസ് അങ്ങോട്ട് പോവാം ഗൈസ്. പിന്നെ ഡിഫൻഡർ കാർ ഇതാണ് ഗൈസ്, അവിടെ കിടപ്പുണ്ട്. ഞാൻ അന്ന് എടുത്തതിന് ശേഷം ഗൈസ് ഞാൻ ഇതുവരെ സ്റ്റാർട്ടാക്കിയിട്ടില്ല. എല്ലാം ഞാൻ സ്വിഗ്ഗിയും സൊമാറ്റോയിനൊക്കെ ഓർഡർ ചെയ്തതാണ് ഗൈസ്. ഇപ്പം ഇതെങ്ങനെയാണ് എന്താ ഗൈസ്, ആ ഡോറ് പൊളിഞ്ഞു എന്തോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. സ്റ്റാർട്ടാവുന്നില്ല ഗൈസ്. ഇതൊരു കഷ്ടമാണ് ഗൈസ്. സ്റ്റാർട്ടാവുന്നില്ല ഗൈസ്, സ്റ്റാർട്ടാവുന്നില്ലല്ലോ. സ്റ്റാർട്ടായി ഗൈസ്. എൻ്റെ അമ്മ, ഞാനങ്ങ് പേടിച്ചു ഗൈസ് ഒരു നിമിഷത്തേക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു ഗൈസ് നമുക്ക് ബസ് കയറി പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ റോബറി ചെയ്ത് പോകേണ്ടി വരുമോന്ന് ഗൈസ്. അത് ഗൈസ് നമുക്കിനി ഈ ബുഗാട്ടി അങ്ങ് റോബറി ചെയ്യണം. അത് വേണ്ട ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഗൈസ് നമ്മുടെ സ്വന്തം കാറിൽ വന്ന് ഇറങ്ങുന്നതിൻ്റെ സുഖം ഗൈസ് എങ്ങനെ പോലും കിട്ടത്തില്ല ഗൈസ്. ഞാൻ എന്തായാലും ഗൈസ് ഈ സ്കൂൾ വഴിയാണ് ഗൈസ് പോകുന്നത് ഗൈസ്. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഗൈസ് സ്കൂൾ കാണാം ഗൈസ്. അപ്പം ആ വ്യൂ ഒരു അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഞാൻ എന്തായാലും ഗൈസ് നേരെ ഗൈസ് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. നമ്മുടെ ജുറാസിക് പാർക്ക് അവിടെയാണ് ഗൈസ്. അപ്പം ഗൈസ് എല്ലാവരും ഗൈസ് എന്നെയാണ് സപ്പോർട്ട് ചെയ്താൽ ഗൈസ് നമുക്ക് ഉറപ്പായിട്ടും ഗൈസ് നമുക്ക് GTA 5 നമുക്ക് മേടിക്കാം ഗൈസ്. നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഗൈസ്. ഒരു 1K സബ്ബായ ഗൈസ് നമുക്ക് GTA 5 മേടിക്കാം ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്.